ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന സസ്തനികളെല്ലാവരും ചേരിതിരിഞ്ഞ് സൈന്യമുണ്ടാക്കി യുദ്ധത്തിനൊരുങ്ങിയാൽ ഏറ്റവും അംഗബലമുണ്ടായേക്കാവുന്ന ജീവിവർഗം. കണ്ടാൽ ചിലർക്കെങ്കിലും അറപ്പുണ്ടാക്കുന്ന, എന്നാൽ എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ഇരയാവുന്ന, ഇടയ്ക്കൊന്ന് ഓമനിക്കാനുമൊക്കെ മനുഷ്യന് വേണ്ട ജീവിവർഗം. പറഞ്ഞു വരുന്നത് എലികളെക്കുറിച്ചാണ്. അതെ, നമ്മുടെ ടോം ആൻഡ് ജെറിയിലെ കുസൃതിക്കാരനായ തവിട്ടുനിറക്കാരൻ ജെറിയുടെ കുടുംബക്കാരെക്കുറിച്ച്. ഇക്കണ്ട സകല പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും നമ്മൾ മനുഷ്യർക്ക് ഇവയെ ആവശ്യമാണെങ്കിലും കള്ളപ്പെരുച്ചാഴി എന്ന വിളിയാണ് ബാക്കി. പാവം ഭൂലോക തുരപ്പൻ മല പോലെ വന്നത് എലി പോലെ പോയി. മൂഷിക സ്ത്രീ എന്നും മൂഷിക സ്ത്രീ. അങ്ങനെ എന്തെല്ലാം പ്രയോഗങ്ങളും പഴഞ്ചൊല്ലുമാണ് പാവം എലികളെക്കുറിച്ച് നമ്മൾ മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. ഇത് വലതും എലികൾ അറിഞ്ഞാലുണ്ടല്ലോ സർവ്വ സൈന്യവുമായി ആളിങ്ങെത്തും. അത്രയ്ക്കുണ്ട് അംഗബലവും കുടുംബബലവും. ഏതാണ്ട് 26 ലക്ഷം വർഷങ്ങൾക്ക് മുൻപേ ഭൂമിയിൽ നിലയുറപ്പിച്ച ജീവിവർഗമാണത്രേ എലികൾ. റോഡൻ ഫാമിലീസ് അഥവാ കരണ്ടുതീനികളാണ് ഇവയുടെ യഥാർത്ഥ കുടുംബം. നമ്മുടെ അണ്ണാനും മുള്ളൻ പന്നിയും ഒക്കെ എലിയുടെ വകയിലെ അളിയനും കൊച്ചച്ഛനുമൊക്കെയായി വരും. റോഡൻഷ്യ വർഗത്തിലെ മ്യൂറിഡേ കുടുംബത്തിൽപ്പെട്ട റാറ്റസ് ജനുസുകാരാണ് എലികളെന്ന് ശാസ്ത്രീയമായി പറയാം. ഏത് നരകത്തിൽ കൊണ്ടിട്ടാലും ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് നിഷ്പ്രയാസം അവിടെ വളർന്ന് പെറ്റുപെരുകി സ്വന്തം സാമ്രാജ്യം പണിയുന്ന ദ അൾട്ടിമേറ്റ് സർവൈവർ. ഏത് പരിതസ്ഥിതിയിലും വളരുകയും പെറ്റുപെരുകുകയും ചെയ്യുന്നതിനാൽ എലികൾക്ക് വംശനാശ ഭീഷണിയേ ഇല്ല. ലോകത്തെമ്പാടുമായി 4000-ഓളം സ്പീഷീസ് എലികളുണ്ടത്രേ. നമ്മുടെ നാട്ടിൽ കാണുന്ന പെരിച്ചാഴിയും ചുണ്ടലിയും വെള്ളലിയും കറുപ്പെലിയുമെല്ലാം ഇവയിൽ ചിലതു മാത്രം. മനുഷ്യനെ സംബന്ധിച്ച് എലികൾ വലിയൊരു തലവേദനയാണ്. ഇവൻ്റെ മറ്റു കുടുംബക്കാർക്കില്ലാത്ത കരണ്ടുതീനി സ്വഭാവമാണ് പ്രധാന പ്രശ്നം. എന്ത് കണ്ടാലും വല്ലാത്ത ആർത്തിയാണ്. അതിപ്പോൾ ഭക്ഷണ സാധനങ്ങളെന്നോ പ്ലാസ്റ്റിക് എന്നോ എന്തിന് ഇരുമ്പ് പോലും കരണ്ടു തിന്നുന്ന എലികളെപ്പറ്റി കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു ആർത്തി പണ്ടാരമാണ് എലി. അതുമാത്രമോ, സകലയിടത്തും ചുറ്റിക്കറങ്ങി കിട്ടാവുന്ന രോഗാണുക്കളെയെല്ലാം ക്ഷണിച്ച് ദേഹത്ത് കയറ്റി മനുഷ്യന് സമ്മാനിക്കുകയും ചെയ്യും. പ്ലേഗ് മുതൽ എലിപ്പനി വരെ പടർത്തി എത്ര ലക്ഷം മനുഷ്യരെയാണ് ഈ കള്ള എലികൾ കൊന്നിട്ടുള്ളത്. എത്ര വലിയ ജന്തുസ്നേഹിയായാലും കെണിവെച്ചും വിഷം കൊടുത്തും എലികളെ കൊല്ലുന്നതിൽ എതിർപ്പ് പറയാൻ ചിലർ വാതുറക്കാത്തത് എലികളുടെ ഈ ഒരുമാതിരിപ്പെട്ട സ്വഭാവം കാരണമാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കെണി ചിലപ്പോൾ എലിക്കെണിയായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഈ സകലതും കരണ്ടു തിന്നുന്ന സ്വഭാവം ഇവയ്ക്ക് വന്നത്? സത്യം പറഞ്ഞാൽ ഗതികേട് കൊണ്ടാണ്. മരണം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജോഡി ഉളിപ്പല്ലുകൾ മുകളിലും താഴെയുമുള്ളത് കൊണ്ട് തന്നെ. പല്ലുകൾ എന്തിലെങ്കിലും ഉരച്ച് നീളം കുറച്ചില്ലെങ്കിൽ ഒന്നും തിന്നാൻ പറ്റാത്ത വിധത്തിൽ പല്ല് വായിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുകളയും. കൂടാതെ നല്ല മൂർച്ചയുണ്ടെങ്കിൽ മാത്രമേ ഉറപ്പുള്ള പരിപ്പുകളും ധാന്യങ്ങളുമൊക്കെ കടിച്ചു മുറിക്കാനും മറ്റും ഇവർക്ക് കഴിയുള്ളൂ. അതിനാലാണ് എപ്പോഴും കരണ്ട് രാഗി പല്ല് നല്ല മൂർച്ചയുള്ളതാക്കി വെക്കുന്നത്. പാവം ഇല്ലേ? വെറുതെ തെറ്റിദ്ധരിച്ചു. കരണ്ടോ ഇഷ്ടം പോലെ കരണ്ടോ. പക്ഷേ ഈ സത്യാവസ്ഥ അറിയാതിരുന്ന കാലത്ത് എന്തിനും ഏതിനും പരിഹാരം കണ്ടുപിടിക്കുന്ന മനുഷ്യൻ എലിശല്യത്തിന് ഒരു ഉപായം കണ്ടുപിടിച്ചു. അതെന്താണെന്നല്ലേ? പൂച്ചകൾ തന്നെ. കാട്ടുപൂച്ചകളെ നൈസായി മത്സ്യം കൊടുത്ത് വശീകരിച്ച് തങ്ങളുടെ സൈഡാക്കുകയായിരുന്നു മനുഷ്യർ ചെയ്തത്. അവയിൽ നല്ല മെരുക്കം കാണിച്ചവയുടെ പരമ്പരകളിൽ കൂടുതൽ മെരുക്കമുള്ളവയെ തിരഞ്ഞെടുത്ത് വളർത്തിയാണ് നൂറ്റാണ്ടുകളിലൂടെ വീട്ടുപൂച്ചകൾ ഉണ്ടായത്. കാലങ്ങളായി ചെയ്യുന്ന പരിപാടിയായതിനാൽ പൂച്ചകൾ എലിപിടുത്തത്തിൽ വിദഗ്ധരായി. തലമുറകൾ നീങ്ങവേ എലികളുടെ ആജന്മ ശത്രുക്കളായും പൂച്ചകൾ മാറി, അഥവാ നമ്മൾ മാറ്റിയെടുത്തു. എലികളെ സംബന്ധിച്ച് പൂച്ച എന്നും പുലിയാണ്. എലികൾ അനേക തരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പരിണമിച്ചുണ്ടായി. പിന്നീട് കച്ചവട സംഘങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ പടർന്ന എലികളാണ് റാറ്റസ് എന്ന ഇനം. വീട്ടെലി, തട്ടിൻപുറത്തെലി, കപ്പലെലി എന്നൊക്കെ ഇവരെ വിളിക്കുന്നു. കറുത്ത എലി എന്ന് വിളിക്കുമെങ്കിലും
അടിഭാഗം നിറം കുറഞ്ഞ കറുപ്പ് മുതൽ ഇളം തവിട്ട് നിറം വരെ ഇവരെ കാണാം. മിശ്രഭോജികളായ ഇവർ ഒരുവിധം എല്ലാം തിന്നും. ചെറിയ പക്ഷികൾ, ഷഡ്പദങ്ങൾ തുടങ്ങിയവ വരെ വായിലാക്കും. തവിട്ട് നിറത്തിലുള്ളവയാണ് പരീക്ഷണങ്ങൾക്കായി മനുഷ്യർ അധികം ഉപയോഗിക്കുന്നത്. വടക്കൻ ചൈനയിൽ ഉരുത്തിരിഞ്ഞ് അന്റാർട്ടിക്ക ഒഴികെ ലോകം മുഴുവൻ എലികളുണ്ട്. പെരിച്ചാഴിയെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ. എലികളുടെ കൂട്ടത്തിലെ തടിമാടന്മാർ. തിന്നുകൊഴുത്ത ശരീരം കാരണം പന്നിയെലി എന്നാണ് ഇവരെ വിളിക്കുന്നത്. അങ്ങനെ അനേകം എലികൾ. പൊതുവെ രാത്രി സഞ്ചാരികളാണെങ്കിലും ഇപ്പോൾ നട്ടുച്ച സമയത്ത് പോലും കൂളായി നടക്കുന്നത് കാണാം. എലികളുടെ സന്താനോൽപാദനവും വളരെ വ്യത്യസ്തമാണ്. നിത്യഗർഭിണികളാണ് എലികളെന്ന് തമാശയ്ക്ക് പറയാം. ആണ്ടിലെ എല്ലാ മാസങ്ങളിലും ഇവ സന്താനോൽപാദനം നടത്തുന്നു. 21 ദിവസത്തെ ഗർഭകാലത്തിൽ ഒറ്റപ്രസവത്തിൽ 3 മുതൽ 12 വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ജനിക്കുമ്പോൾ കാഴ്ചശക്തി ഉണ്ടായിരിക്കുകയില്ല. ശരീരത്തിൽ രോമങ്ങളും ഉണ്ടാകാറില്ല. പക്ഷേ വളരെ വേഗം കുഞ്ഞുങ്ങൾ വളരുന്നു. ജനിച്ച് 15 ദിവസം കഴിയുമ്പോൾ കാഴ്ച ലഭിക്കുന്നു. ശരീരത്തിൽ രോമം വളർന്നു വരാൻ 3 ആഴ്ചയെടുക്കും. പ്രസവം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം പെണ്ണെലി അടുത്ത ലൈംഗിക ബന്ധത്തിന് തയ്യാറാകുന്നു. 2 വയസ്സ് പ്രായമെത്തിക്കഴിഞ്ഞാൽ പെണ്ണെലിക്ക് പ്രസവിക്കാനുള്ള കഴിവ് നശിക്കും. 3 വർഷം പ്രായമാകുമ്പോൾ പല്ലുകൾ കൊഴിഞ്ഞ് വാർദ്ധക്യ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. ഒരു പെണ്ണെലി അതിൻ്റെ ജീവിതകാലത്ത് ഏതാണ്ട് 100 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുവെന്നാണ് ഏകദേശ കണക്ക്. എൻ്റെ അമ്മോ, വല്ലാത്ത ജാതി കണക്ക് അല്ലേ? വെറുതെയല്ല ലോകത്തെ സസ്തനികളിൽ 6-1 എലികളായി മാറിയത്. ആള് ഇത്തിരി കുഞ്ഞനാണെങ്കിലും എലിപ്പേടിയുള്ള അനേകം മനുഷ്യർ നമുക്കിടയിലുണ്ട്. രോഗവാഹകരാണ് അവരെന്നുള്ളത് കൊണ്ടല്ല, ചുമ്മാ ഒരു ഭയം. ഇങ്ങനെ എലികളെ അകാരണമായി ഭയപ്പെടുന്നതിന് മുസോഫോബിയ എന്നാണ് പറയുക. നല്ല ഫ്രീക്കൻ പേര് അല്ലേ? എലികളെ ആരാധിക്കുന്ന അനേകം സംസ്കാരങ്ങളും ലോകത്തുണ്ട്. ഹിന്ദുമതത്തിൽ ഗണപതി ഭഗവാന്റെ വാഹനമാണ് എലി. ചൈനയിലാകട്ടെ എലി അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു ദൈവവുമാണ്. ചുരുക്കം പറഞ്ഞാൽ എലി വെറും എലിയല്ല, ആൾ ഒരു പുലിയാണ്.